ഗായ്സ് അസ്സലാമു അലൈക്കും ആൻഡ് അൽഹംദുലില്ലാ. അത് പറയാതെ എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനേ കഴിയില്ല കേട്ടോ. കാരണം നമ്മൾ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ഒരു ഡ്രീം മൊമെന്റ് കേട്ടോ. എൻ്റെയും അൻഷിൻ്റെയും വെഡ്ഡിങ് ആണ്. ഫെബ്രുവരി 2 2026 കേട്ടോ നമ്മളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് ആണിത്. എനിക്ക് രാവിലെ വരെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓഡിറ്റോറിയത്തേക്ക് എത്തിയതിന് ശേഷം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാനും അൻഷിയും ഒരേ സ്റ്റുഡിയോയിലാണ് കേട്ടോ മേക്ക് ഓവറിന് പോയിട്ടുള്ളത്. നമ്മളെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു, ഹെയർ ചെയ്തോണ്ടിരിക്കാണ്. സത്യം അല്ല, എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു കോമൺ ലുക്ക് എനിക്ക് കൊടുക്കണ്ടെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ബ്രൈഡൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളും നല്ലോണം നോക്കിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റോയൽ തീമിലേക്കാണ് നമ്മളെ കോസ്റ്റ്യൂം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫെമലെ ആണ് കേട്ടോ എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൻഷിക്കും അതുപോലെ തന്നെ ചെയ്തത്. പിന്നെ അൻഷിൻ്റെ ഷൂട്ട് വന്നിട്ട് വെഡ്സ് ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു ഗ്രൂമിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ്. എൻ്റെ ഡ്രസ്സ് ഹെർഗ്ലോ മഞ്ചേരിത്തെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല നമ്മളെ കോസ്റ്റ്യൂം. ഞങ്ങൾക്ക് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടി. ഞങ്ങൾ അങ്ങനെ മാറ്റി റെഡിയായി. നമ്മൾ അങ്ങോട്ടൊക്കെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടാ? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? അതെ, അപ്പൊ ഞങ്ങള് പോവാണ്. സോ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം. അപ്പൊ ഗായ്സ്, നമ്മളെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഇന്നാണ് നമ്മളുടെ മാരേജ്. ഇക്ക എനിക്ക് വണ്ടി ഓടിക്കണം. എന്താ പറയാനുള്ളത്? മാരേജ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് വെച്ചാല് അനക്കെന്താ പറയാനുള്ളത്? ഇന്റെ പറയണ ഞാൻ പറയാ. അങ്ങനെ ചോദിച്ചോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഞാൻ എന്നോട് ചോദിക്കണേ. അപ്പൊ ഞാൻ ഹാപ്പിയാണ് മോളെ. ഞാൻ ഹാപ്പി. നമ്മളാൽ ഹാപ്പി അല്ലാതെ നമ്മളെ ലൈഫ് തെരഞ്ഞെടുപ്പ്. കുറെ ആൾക്കാര് കമന്റ് കണ്ടിട്ടോ, ചെക്കൻ പെട്ടതാണെന്നൊക്കെ പറയാ. എന്ത് പെടലാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാള് പെട്ടിക്കാണെന്നാണ് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കൂല. അതുമല്ല, അയാൾ ഇത്ര ഹാപ്പി ആ റിലേഷൻ കല്യാണം വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടതല്ല. അതാദ്യം മനസ്സിലാക്കി. ഞാൻ ഒരു തരത്തിലും ഞാൻ ഇവളെ കൊണ്ട് പെട്ടിട്ടില്ല. പിന്നെന്താ, എനിക്ക് പ്രായമുണ്ട്, 10ാം ക്ലാസ്സാ. അൻഷിക്ക് വയസ്സുണ്ട്, എന്നെക്കാട്ടി 4 വയസ്സ് മൂത്തതാണ്. പക്ഷെ അൻഷിന്റെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അപ്പൊ ഞാനും നിങ്ങള് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റും പറഞ്ഞു, വീഡിയോയില് കാണുമ്പോ കുറച്ച് പ്രായമുള്ള പോലെയാണ് രണ്ടാളും കാണാന്. നേരിട്ട് കാണാന് രണ്ടാളും ഓക്കെ ആണെന്ന്. അപ്പൊ ഞങ്ങളെ നേരിട്ട് കാണാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മില് ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടായാലും ഞങ്ങൾ തമ്മിൽ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങള് അങ്ങനത്തെ പറച്ചിലൊക്കെ നമുക്ക് ഭയങ്കര ഫീലാവുന്നുണ്ട്. എന്താണ് ചെക്കൻ 10ാം ക്ലാസ്സിലാണോ? അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഓലെ കുറ്റം പറയാൻ പറ്റൂല, കാരണം എന്നെ കണ്ട അങ്ങനെ തോന്നുള്ളൂ. സഹോദരി എനിക്ക് കുറച്ച് പണ്ടേ കൂടുതലായതുകൊണ്ടേ ഈ ദിവസങ്ങളിൽ തള്ളലിക്ക. സോ ഗായ്സ്, ഇതാണ് എന്റെ ലുക്ക്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ലുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലോട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ.
ഞാൻ അറിയില്ലല്ലോ, ഞാൻ സ്റ്റേജ് പോലല്ലേ. വേറെ കോൺവെൻഷൻ സെന്റർ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണം കഴിഞ്ഞു അൻഷി, കല്യാണം ഫൈനലി കഴിഞ്ഞു. ഒന്നും കിട്ടിയിട്ടില്ല. ഒരു രണ്ടുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ കിട്ടിയിട്ടില്ല. എല്ലാവരും ഫോട്ടോ എന്തേലും പറയാണ്ടോ? എല്ലാം ഹാപ്പി ആയി കഴിഞ്ഞു. ഇനി കിടക്കണം, എന്തിനു ശീലിച്ചിട്ട്. പക്ഷെ നമ്മളെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അവിടെ എന്താ പറയല്ലേ, നമ്മൾ അൻഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ്.